ലോട്ടറി ഇനി ആരും എടുക്കാതിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ലോട്ടറി എടുത്തിട്ട് ഒരാളും രക്ഷപ്പെട്ടവർ ഇതിൽ കുറവാണ്. ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന വെച്ചിട്ട് എല്ലാവരും എടുക്കുന്നത്. ഇന്ന് കൊച്ചിയിലടിച്ച നാളെ കൊയിലാണ്ടിയിലടിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന എന്തോ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഡെയിലി നമ്മൾ ഈ 50 രൂപ ഒരാൾ ഒരു ടിക്കറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ 50 രൂപ ചെപ്പിലാക്കുക. ചിലർ 5 6 എണ്ണമൊക്കെ എടുക്കും 50 രൂപയ്ക്ക്. അപ്പോൾ എത്ര പൈസയെന്ന് നോക്കിയാൽ ആ പൈസ ഡെയിലി ഒരു ചെപ്പിലിട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്ക്, അത് പ്രൈസായി. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഈ പറഞ്ഞ മാതിരിയുള്ള ആൾക്കാർ പറ്റിക്കുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ലോട്ടറി കിട്ടാനില്ല. ഞാനൊരു ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു. എനിക്ക് 3 മണിയാകുമ്പോഴേക്കും എന്തോരം ജനങ്ങളാണ് ഈ പിള്ളേഴ്സുകൾ വന്നിട്ട് 2000 3000 രൂപയ്ക്കൊക്കെ ലോട്ടറി വാരും. അവസാനം ആകുമ്പോൾ ഒരു വാരി കൊണ്ടുപോകാറുണ്ട്. ആ വാരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് 2000 3000 എടുത്തു പോകും. അവസാനം അന്ന് ഒരു 100 രൂപ പോലും അവർക്ക് കിട്ടില്ല. എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന കാശല്ലേ ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ആരും വാരണവരില്ല. എന്ന് ചമ്പതിൻ്റെ ആയപ്പോൾ പ്രൈസും കുറഞ്ഞപ്പോൾ ആരും വാരുന്നില്ല. ഇപ്പോൾ കച്ചവടക്കാരൻ മുഴുക്കനും കടത്തിലാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു 10 സെറ്റ് 5 സെറ്റ് വിൽക്കുകയെന്ന് വെച്ചാൽ അതിലൊരു 20 എണ്ണോ 12 എണ്ണമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ കട എടുക്കണം ടിക്കറ്റ്. പിന്നെയും ഒരു പ്രൈസിൽ ബാക്കി വന്ന് പിന്നെയും കടത്തു. അങ്ങനെ കടത്തിലേക്ക് ആവണം ഈ ലോട്ടറിക്കാർ മൊത്തം. അല്ലാണ്ട് ഒരു പ്രൈസും ഇല്ല. ലോട്ടറി അടിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കും തോറും പൈസ കൂടുന്നല്ലാണ്ട് കടം കൂടുന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഈ എല്ലാ ലോട്ടറിക്കാരും 1 ലക്ഷം രൂപ വരെ കടത്തിലായിട്ടുണ്ട് സാധാ ജനങ്ങൾ. അപ്പോൾ ഈ ലോട്ടറിയുടെ കിട്ടുന്നേരം നമ്മൾ അത് സൂക്ഷിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ചെയ്യാത്ത കാരണമാണ് നമ്മളൊക്കെ ഈ ലോട്ടറിയിൽ നമ്പർ കാണുമ്പോൾ ഇതടിക്കും. ഇത് ലോട്ടറി എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കണ്ടെടുക്കാതിരിക്കില്ല. അത് ലോട്ടറി എടുത്തവർക്ക് ഒരു പ്രത്യേക ഹരമാണ്. അതുകൊണ്ട് ഒരു നാശമാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലോട്ടറി തുടങ്ങുന്നുണ്ടെങ്കിൽ വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ലോട്ടറി കടയാണ്. അതേ അതുകൊണ്ട് ഒരാൾ വിജയിക്കുന്നില്ല. ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സായാലും വലിയൊരു സൈഡ് ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ ഈ ലോട്ടറി കൊണ്ടു നടക്കുന്നത്. സാധാ ജനങ്ങൾ വയ്യാത്ത ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ല. കാലിന് വയ്യാത്തവർക്കൊക്കെയായിരുന്നു ഇത് വിറ്റിരുന്നത്. അന്നൊരു ലോട്ടറി എടുക്കാൻ നാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വലിയ ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാ ജനങ്ങൾ നടന്നു നോക്കുന്നവർക്കൊന്നും ടിക്കറ്റ് പോകണില്ല. അവരൊക്കെ കടത്തിലാവണം. എന്ത് കാര്യം കടത്തിലായിട്ട് എന്ത് കാര്യം? ഒരു രക്ഷയില്ല. ഒരു രക്ഷപ്പെടില്ല. ലോട്ടറി വിറ്റിട്ടും എടുത്തിട്ടും രക്ഷയില്ല. അതുകൊണ്ട് നമ്മളാവുന്നതും ലോട്ടറി എടുക്കാതെ ആ പൈസ സ്വരൂപിക്കുക. അടുത്ത മാസം ആകുമ്പോഴേക്കും നമ്മളൊക്കെ കുടുക്ക പൊട്ടിച്ചേക്ക് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിലും ചെറിയൊരു പൈസ നമുക്ക് ഇന്ന് കിട്ടി. അത് നോക്കും.